ഞങ്ങളുടെ അർജ് 3 ദിവസം കൊണ്ട് ഉരുണ്ട് വീണ് താഴെ കിടക്കുമായിരുന്നു. 3 ദിവസത്തിന് മുന്നേ രാത്രി ആളങ്ങ് ഉരുണ്ട് വീണ്. കുറച്ച് ദിവസം കൊണ്ട് അവന് കാലിനൊരു വേദന ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി 1 മണി വരെ ശ്രമിച്ച് അവനെ എഴുന്നേൽപ്പിക്കാൻ, പക്ഷെ നടന്നില്ല. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിലൊക്കെ കുറേ വിളിച്ചു, പക്ഷെ അവരാരും വന്നില്ല. അവർക്കൊക്കെ കുതിരയെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയില്ല. അവർക്ക് പശു ആടൊക്കെ ആണെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ 3 ദിവസം ആൾ തറയെ വീണ് പെട്ട് കണ്ടോ. ആളെ ഇപ്പം കണ്ട ചെയിൻ ബ്ലോക്കിനകത്ത് നിർത്തിയേക്കുക. ഇന്നലെ പിന്നെ കുതിരയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന 2 പേര് സ്ഥിരമായിട്ടിവിടെ വരുന്ന ഇവനെ നോക്കിയിട്ടുള്ള ആളാണ്. അവർ വന്ന് ഞങ്ങളുമായിട്ട് ചെയിൻ ബ്ലോക്ക് എടുത്ത് അവനെ ഇന്നലെ വൈകുന്നേരം 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പൊക്കി നിർത്തിയേക്കുക. ചെയിൻ ബ്ലോക്കിനകത്താണ്. ആദ്യം ചെയിൻ ബ്ലോക്കിനകത്ത് ഇവിടെ 2 തെങ്ങയിലും കൂടെ ഞങ്ങളിങ്ങനെ കൊടുത്ത് പൈപ്പ് കൊടുത്തിട്ട് അത് ഒടിഞ്ഞുപോയി. ലാസ്റ്റ് തെങ്ങ കൊടുക്കാനുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ ചെയ്ത് ആളെ കെട്ടി നിർത്തിയേക്കുക. ഒരു 3-4 ദിവസം ചെയിൻ ബ്ലോക്കിൽ തന്നെ നിർത്തണം. അതിന് ശേഷം ചെയിൻ ബ്ലോക്ക് മാറ്റിയാലും ഈ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഇതൊന്നും കഴിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. കാരണം കാലൊക്കെ ഒരുപാട് പഞ്ചറാണ്. കാരണം ആൾ വീണിട്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ച് വീണ്ടും വീണ് അന്നേരം ഒരുപാട് മുറിവുണ്ടായി. അർജു അങ്ങനെ ആൾ പെട്ട് നിൽക്കുക. പോച്ചയൊന്നും തിന്നാൻ പോകാൻ പറ്റുന്നില്ല. തീറ്റയൊക്കെ ഞങ്ങൾ പൊക്കി പിടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ആൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുക. കൂട്ടത്തിലുള്ള മറ്റേ കുതിര അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കുതിരയല്ല, അവൾ നാട്ടുകുതിരയാണ്. റാണി റാണി അവളും വിഷമിച്ച് നിൽക്കുക. 2-3 ദിവസം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട്. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, 3 ദിവസം അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ വേലഞ്ചിറ ഈ മൃഗാശുപത്രിയിലെ ഡോക്ടർ ഷൈജു ഡോക്ടറാണ് വരുന്നത്. പല ഡോക്ടേഴ്സിനെയും വിളിച്ചു, ആരും വന്നിട്ടില്ല. നിസ്സാരം വിരലിൽ എണ്ണാവുന്ന ഡോക്ടർമാരും എല്ലാം വന്ന് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒരു ഹെൽപ്പും നമുക്ക് ഇവന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ആ ഡോക്ടർ നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം ഓടി വരും. ഇന്നലെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടാണ് ഡോക്ടറും പോയത്. അപ്പം കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഓടി നടന്നവൻ്റെ അവസ്ഥ.